2025 ഏപ്രിൽ 4-ന് BA ഹിസ്റ്ററിയുടെ 6th സെമ്മിലെ ക്യാപിറ്റലിസം ആൻഡ് കൊളോണിയലിസം എന്ന വിഷയത്തിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണത്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം ഡെമോഗ്രാഫിക് തിയറി ഓൺ ദ ട്രാൻസിഷൻ ഫ്രം ഫ്യൂഡലിസം ടു ക്യാപിറ്റലിസം എന്നാണ്. ഫ്യൂഡലിസത്തിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്ക് ലോകം മാറിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല തിയറികളുണ്ട്. അതിൽ ഡെമോഗ്രാഫിക് തിയറി അഥവാ ജനസംഖ്യാപരമായ ഉയർച്ച താഴ്ചകളും മറ്റും എങ്ങനെ ആണ് അതിന് സഹായിച്ചത് എന്ന ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം ഇൻവെൻഷൻസ് ഇൻ ടെക്സ്റ്റൈൽ ഫീൽഡ് ഡ്യൂറിങ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്ത് ടെക്സ്റ്റൈൽ രംഗത്തുണ്ടായ കണ്ടെത്തലുകൾ സ്പിന്നിങ് ജെന്നിൻ്റെയും അതുപോലെ തന്നെ ഫ്ലൈയിങ് ഷട്ടിലിൻ്റെയും അതുപോലെ തന്നെ കാർട്ട്റൈറ്റിൻ്റെയും അല്ലെങ്കിൽ ജെയിംസ് ഹാർഗ്രീവ്സിൻ്റെയും ക്രോംപ്റ്റൻ്റെയും എല്ലാം കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ പവർ ലൂമിൻ്റെയും ജെയിംസ് വാട്ടിൻ്റെ യന്ത്രങ്ങളുടെ വരെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചാണ് ചോദ്യം. 2 മാർക്കിൻ്റെ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയാൽ മതി. യൂറോപ്യൻ ഇമ്പീരിയലിസം ഇൻ ജപ്പാൻ. ജപ്പാനിലെ യൂറോപ്യൻ സാമ്രാജ്യത്വത്തെക്കുറിച്ചാണ് മൂന്നാമത്തെ ചോദ്യം. ക്ലാസ് സ്ട്രഗിൾ. കാർൾ മാർക്സിൻ്റെ വർഗസമരം എന്ന് പറയുന്ന ഉള്ളവരും ഇല്ലാത്തവരും 2 വർഗങ്ങളേ ഉള്ളൂ, മുതലാളി വർഗവും തൊഴിലാളി വർഗവും, അവർ തമ്മിലുള്ള സംഘടനകളുടെ കഥയാണ് ചരിത്രം എന്നൊക്കെ കാർൾ മാർക്സ് പറയുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്. ഇനി 5ാമത്തെ ചോദ്യം ഹോബ്സണും ഇമ്പീരിയലിസത്തിൻ്റെ തിയറിയും. ഹോബ്സൺ നമുക്കറിയാം 1852 ജനിച്ച ഒരു വ്യക്തിയാണ് ഹോബ്സൺ. ജോൺ അറ്റ്കിൻസൺ ഹോബ്സൺ എന്നാണ്. ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനും സോഷ്യൽ സയൻറ്റിസ്റ്റും ഇമ്പീരിയലിസത്തിൻ്റെയും ക്യാപിറ്റലിസത്തിൻ്റെയും കർശന വിമർശകനുമായിരുന്നു, ക്രിട്ടിക്കുമായിരുന്നു. ഈ ഹോബ്സന്റെ ആശയങ്ങൾ പലപ്പോഴും എക്കണോമിക് ആയിട്ടുള്ള പല ഫാക്ടേഴ്സിനും ബേസ് ചെയ്ത് നമുക്ക് ഷെയ്പ്പ് ചെയ്യാനായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പീരിയലിസ്റ്റ് പോളിസികളെയും ഷെയ്പ്പ് ചെയ്യുന്നതിനും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം. ഹോബ്സന്റെ വർക്കുകൾ പലതും ക്യാപിറ്റലിസത്തിൻ്റെ എക്സസ് ക്യാപിറ്റലിസം എങ്ങനെയാണ് ഇമ്പീരിയലിസത്തിലേക്ക് നയിക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ഹോബ്സന്റെ ആശയങ്ങളെ സ്വാധീനിച്ച് വ്ളാഡിമർ ലെനിൻ ഇമ്പീരിയലിസം തിയറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോബ്സന്റെ വർക്ക് ക്യാപിറ്റലിസത്തെയും ഇമ്പീരിയലിസത്തെയും കർശനമായി വിമർശിക്കുന്നതായിരുന്നു ശരിക്കും പറയാൻ. എന്തുവാട്ടെ, അപ്പോൾ അതേക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹോബ്സണിനെ കുറിച്ച് എന്താണ് ഹോബ്സൺ എന്ന ഒറ്റ വേർഡ് മാത്രമായിട്ട് 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച സ്ഥിതിക്ക് ഇപ്രാവശ്യം ഹോബ്സൺ ആൻഡ് ദ തിയറി ഓഫ് ഇമ്പീരിയലിസം എന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മൊണോപോളി ക്യാപിറ്റൽ കുത്തക മുതലാളിത്തത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി എത്തനോഗ്രാഫി ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് കൊളോണിയലിസം. വംശീയ ചരിത്രവും കൊളോണിയലിസവും തമ്മിലുള്ള ബന്ധം എന്താണ്. പിന്നെ കോളനികളിലെ ജുഡീഷ്യറി നീതിന്യായ സംവിധാനത്തിലെ ജഡ്ജിമാരെ കുറിച്ച് ജൂറികളെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത് ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ശിപ്പായിമാരെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു. മിഷണറീസ് ആസ് ദ ടൂൾ ഓഫ് കൊളോണിയലിസം, അതും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. മിഷണറിമാരെ കൊളോണിയലിസത്തിൻ്റെ ഒരു ഉപകരണങ്ങളായിട്ട് എപ്രകാരം ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ അത് അവർ പ്രവർത്തിച്ചു എന്നുള്ളത്. ഇനി ആശിഷ് നന്ദി എന്ന് പറയുന്ന ഇന്ത്യൻ വംശജനായിട്ടുള്ള ബംഗാളിലെ ഒരു സോഷ്യോളജിസ്റ്റും എക്കണോമിസ്റ്റും ഒക്കെയാണ്, എഴുത്തുകാരനും ഒക്കെയാണ്. ആശിഷ് നന്ദിയുടെ ഡീകോളനൈസേഷൻ എന്ന കോൺസെപ്റ്റ് എന്താണ്, ആശിഷ് നന്ദിയുടെ ഇതിനെക്കുറിച്ച് ചോദിച്ചിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡീകോളനൈസേഷൻ്റെ ലിമിറ്റ്സ് ടു ഡീകോളനൈസേഷൻ എന്ന് പറയുന്ന ഒരു ആശയമാണ്. അപ്പോൾ അതേക്കുറിച്ച് ചോദിച്ചിരിക്കുന്നു. അത് ഗുറാനി എന്ന് പറയുന്ന ബൊളീവിയയിലെ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റി അവർ ഫേസ് ചെയ്ത ചലഞ്ചസ്, അവരുടെ കുടിയൊഴിപ്പിക്കൽ ഒക്കെ ഇവിടെ അതിനെക്കുറിച്ച് പെനലോപ്പ് ദിയാസ് വളരെ വിമർശനപരമായ അതിനെക്കുറിച്ച് ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ടുള്ള പല റെഫറൻസ് പെനലോപ്പ് ദിയാസ് നടത്തിയിട്ടുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതോ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ പെനലോപ്പ് ദിയാസ് എന്താണെന്ന് 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇനി മുൻ വർഷങ്ങളിലെ. ഇനി ഇപ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് ലിമിറ്റ്സ് ടു ഡീകോളനൈസേഷൻ എന്ന കാര്യം മാത്രമാണ്. അപ്പോൾ ഗൗറാണി കമ്മ്യൂണിറ്റി അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയും മറ്റുമൊക്കെ നഷ്ടപ്പെട്ടു, അവരുടെ തൊഴിലും ജീവിതചാര്യങ്ങളും ഒക്കെ ട്രഡീഷണൽ വേ ഓഫ് ലൈഫൊക്കെ നഷ്ടപ്പെട്ടു. എക്സ്റ്റേണൽ ഫോഴ്സസ് ഭീഷണികൾ കൊണ്ട് അവർക്ക് കുടിയൊഴിഞ്ഞു പോകേണ്ടി വന്നു. ഗവൺമെൻറ് പോലുള്ള സംവിധാനങ്ങൾ അവരുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കാരണമായി. കമ്മ്യൂണിറ്റി ഫേസ്ഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, അവരുടെ
കുടിയൊഴിക്കൽ അവരുടെ സ്ഥലം മാറ്റപ്പെടും. ആൻഡ് ലോസ് ഓഫ് ലാൻഡ്, അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു. ഡ്യൂ ടു ഹൈഡ്രോ കാർബൺ ഡെവലപ്മെന്റ് ഇൻ ദാറ്റ് ഏരിയ, അവർ താമസിച്ചിരുന്നിടത്ത് ഹൈഡ്രോ കാർബൺ ഡെവലപ്മെന്റിന് വേണ്ടി ആണ് അവരെ കുടിയൊഴിപ്പിച്ചത്. വേറെ വല്ല സാമ്പത്തിക നേട്ടങ്ങളുള്ള പദ്ധതികൾ. അപ്പം ഇത് ആണ് ഡീകോളനൈസേഷൻ എന്ന് പറയുന്നത്. കോളനി ഒഴിപ്പിക്കലാണ് ഉദ്ദേശിക്കുന്നത്. ദേവർ എക്കണോമിക്കലി മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, സാമ്പത്തികമായിട്ട് ഒരുപാട് പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുമായിരുന്നു ഈ ബൊളീവിയയിലെ ഗൗറാണി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. അവരുടെ കഥയാണിത്. ദീസ് കമ്മ്യൂണിറ്റീസ് സ്ട്രഗിൾഡ് അഗൈൻസ്റ്റ് ദ ലാൻഡഡ് എലൈറ്റ്സ്, ഈ ഭൂമിയുള്ള ജന്മികൾക്കെതിരായും ഇവർ സമരം ചെയ്യേണ്ടി വന്നു. ഇതൊക്കെ 2 മാർക്ക് ക്വസ്റ്റിൻ്റെ സെക്ഷൻ അതാണ്. പാർട്ട് ബിയിൽ 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഹൗ ഡിഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മേക്ക് സോഷ്യൽ ചേഞ്ചസ് ഇൻ യൂറോപ്യൻ കൺട്രീസ്, വ്യവസായപ്പോൾ എങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ സാമൂഹ്യ മാറ്റം ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ, ഇതൊക്കെ വളരെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ വളരെ പ്രസക്തമായ ചോദ്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എക്സ്പ്ലെയിൻ ദ സ്റ്റഡീസ് ഓഫ് റോസ ലക്സംബർഗ് ഓൺ ഇമ്പീരിയലിസം, ഇമ്പീരിയലിസത്തെ കുറിച്ച് റോസ ലക്സംബർഗിൻ്റെ സ്റ്റഡീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഡിസ്കസ് ദ ആർഗ്യുമെന്റ്സ് ഓഫ് ഗുണ്ടർ ഫ്രാങ്ക് ഓൺ വേൾഡ് സിസ്റ്റം, വേൾഡ് സിസ്റ്റത്തെ കുറിച്ച് ഗുണ്ടർ ഫ്രാങ്ക് ഡിപ്പെൻഡൻസി തിയറിയുടെയും പിതാവാണ്, അല്ലെങ്കിൽ വേൾഡ് സിസ്റ്റം തിയറിയും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കോർ കൺട്രീസ്, പെരിഫറി കൺട്രീസ് എന്നിങ്ങനെ, സെമി പെരിഫറി എന്നിങ്ങനെ തിരിച്ചിട്ട് ലോകത്തിലെ ലോകം ഒന്നാകെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു ഗ്ലോബൽ സിസ്റ്റം വർക്ക് ചെയ്യുകയാണ്. അതിനുള്ളിൽ ഈ രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഈ ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് അഥവാ കോർ കൺട്രീസ് ഈ ദരിദ്ര രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന അവർ, ഈ ദരിദ്ര രാജ്യങ്ങൾ ഈ ഇമ്പീരിയലിസ്റ്റ് അല്ലെങ്കിൽ ഈ കോർ കൺട്രീസ് എന്ന് പറയുന്ന സമ്പന്ന റിച്ച് കൺട്രീസിനാൽ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ ഡിപ്പെൻഡൻസി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ ഗുണ്ടർ ഫ്രാങ്കിൻ്റെ വർക്കുകൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എക്കണോമിക്സ്, സോഷ്യോളജി, ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്നിവ കാര്യങ്ങളിൽ. പിന്നെ 16ാമത്തെ ചോദ്യം, റൈറ്റ് എ ഷോർട്ട് എസ്സേ അബൌട്ട് ദ വ്യൂസ് ഓഫ് സമീർ അമീൻ ഓൺ ഇമ്പീരിയലിസം, ഇമ്പീരിയലിസത്തെ കുറിച്ച് സമീർ അമീൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ച് ഒരു ഷോർട്ട് എസ്സേ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാം സമീർ അമീൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഏത് രീതിയിലാണെന്ന്, ഡിപ്പെൻഡൻസി തിയറിയെ കുറിച്ചും ഡെവലപ്മെൻറ്റ് ഓഫ് റിച്ച് കൺട്രീസ്, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള പോർ കൺട്രീസിനുമായിട്ട് ലിങ്ക്ഡ് ആണ് അവരുടെ സമ്പന്ന രാജ്യങ്ങളുടെ വികസനം എന്ന് പറയുന്നത് ദരിദ്ര രാജ്യങ്ങളുടെ അണ്ടർ ഡെവലപ്മെൻറ്റുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ് എന്ന് പറയുന്ന ആശയമാണ് ഈ സമീർ അമീൻ പറഞ്ഞു വരുന്നത്. ഏതാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഗുണ്ടർ ഫ്രാങ്കിൻ്റെ ഡിപ്പെൻഡൻസി തിയറിയെ പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇനി 17ാമത്തെ ചോദ്യം, എലാബറേറ്റ് ദ എമർജൻസ് ഓഫ് കൊളോണിയൽ മെഡിക്കൽ പ്രാക്ടീസസ് ഇൻ ആഫ്രോ ഏഷ്യൻ കോളനീസ്, ആഫ്രോ ഏഷ്യൻ കോളനികളിൽ വൈദ്യ ചികിത്സാ സമ്പ്രദായങ്ങൾ എങ്ങനെ ഉണ്ടായി വന്നു. അത് 17ാമത്തെ ചോദ്യം. ഒരു പ്രത്യേക രസകരമായ കാര്യം എന്ന് വെച്ചാൽ 17ാമത്തെ ചോദ്യം തന്നെ ആവർത്തിച്ച് 19ാമതും ചോദിച്ചിരിക്കുന്നു. എലാബറേറ്റ് എന്ന വാക്ക് മാറ്റി എക്സാമിൻ എന്നാക്കിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അല്ലാതെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 17ാമത്തെ ചോദ്യം അറിയാവുന്ന ആൾക്കാർക്ക് 19ാമത്തെ ഉത്തരവായിട്ട് അത് തന്നെ പകർത്തി വീണ്ടും എഴുതിയാലും മതി, മാർക്ക് തരേണ്ടതാണ്. 18ാമത്തെ ചോദ്യം, ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് കൊളോണിയൽ എഡ്യൂക്കേഷൻ, കൊളോണിയൽ എഡ്യൂക്കേഷൻ്റെ സവിശേഷതകൾ ഇതൊക്കെയാണ്. അതായത് കോളനികളിൽ നിന്ന് അവർ ബ്രിട്ടീഷുകാരാണെങ്കിലും മറ്റ് എല്ലാ വിഭാഗക്കാരാണെങ്കിലും എല്ലാ സാമ്രാജ്യത്വ ശക്തികൾ അവരവരുടെ കോളനികളിൽ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉത്തരവെഴുതാവുന്നതാണ്. അവരുടെ ശിപായിമാരെ പരിശീലിപ്പിച്ചെടുക്കാനുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് അവർ ആദ്യം കൊണ്ടുവന്നത്. എങ്കിലും പിന്നീട് അവർ അതുപോലെ തന്നെ മിഷണറിമാർ ബൈബിൾ വായിക്കാൻ വേണ്ടിയിട്ടുള്ള എഴുത്തും വായനയും മിനിമം പഠിപ്പിക്കുക എന്നുള്ള കർമ്മം നിർവഹിച്ചു. എങ്കിലും ഭാവിയിൽ ആ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ദേശീയ വികാരവും ബോധവുമുള്ള ഒരു മധ്യവർഗത്തെ സൃഷ്ടിക്കുന്നതിന് കാരണമായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ റൈറ്റ് എ ഷോർട്ട് എസ്സേ അബൌട്ട് ദ ഫ്രഞ്ച് കൊളോണിയലിസം ആൻഡ് ആൽബർട്ട് മെമി, ഫ്രഞ്ച് കൊളോണിയലിസത്തെ കുറിച്ച് വിമർശിച്ചെഴുതിയ ആളാണ് ആൽബർട്ട് മെമി. അദ്ദേഹത്തിൻ്റെ പുസ്തകം നമുക്കറിയാം, പില്ലർ ഓഫ് സാൾട്ട് എന്ന ബുക്ക് അദ്ദേഹം എഴുതിയാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് തോന്നുന്നു പില്ലർ ഓഫ് സാൾട്ട് എന്താണെന്ന് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹം ടുണീഷ്യ ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു. അവിടെ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. അപ്പോൾ ടുണീഷ്യയിലെ ജൂത മുസ്ലിം വിഭാഗങ്ങളുടെയൊക്കെ ഈ ഫ്രഞ്ച് കോളനി സാമ്രാജ്യത്വത്തിൻ്റെ ഇരകളായവരാണ്. ഇതേക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു ആത്മകഥാംശമുള്ള പുസ്തകവും
കൂടിയാണ് ഈ പില്ലർ ഓഫ് സാൾട്ട് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു 50 വർഷക്കാലത്തെ ഒരു ചരിത്രവും കൂടി അതിനകത്ത് എഴുതുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശം പറഞ്ഞു പോകുന്നതിനിടയിൽ തന്നെ ഈ ഫ്രഞ്ച് കോളനി ആയിട്ടുള്ള ടുണീഷ്യയിലെ അനുഭവപ്പെട്ട ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസുകളെ കുറിച്ചും മറ്റും വിമർശനാത്മകമായി അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. 21ാമത്തെ ചോദ്യം, റൈറ്റ് ഷോർട്ട് എസ്സേ അബൌട്ട് ദ കൺസോളിഡേഷൻ ഓഫ് ബൂർഷോസി ഇൻ ലാറ്റിൻ അമേരിക്കൻ സ്റ്റേറ്റ്സ് ഇൻ 1960s. 1960കളിലെ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിലെ എങ്ങനെയാണ് ബൂർഷോ വിഭാഗത്തിൻ്റെ ഏകീകരണം ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചാണ് എസ്സേ. ഇനി 22ാമത്തെ ചോദ്യം, എക്സാമിൻ ദ കോസസ് ബിഹൈൻഡ് ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ആൻഡ് എമർജൻസ് ഓഫ് ക്യാപിറ്റലിസം. ഫ്യൂഡലിസം തകരാനും മുതലാളിത്തം രൂപപ്പെട്ടു വരുവാനും ഒക്കെ പല കാരണങ്ങളുണ്ടായി. അത് ആ കാരണങ്ങൾ ഓരോന്നും വ്യക്തമായിട്ട് ചർച്ച ചെയ്യാനാണ് 15 മാർക്കിൻ്റെ എസ്സേ. ഇത് പറയണം, ഡിസ്കസ് ദ സ്റ്റഡീസ് ഓഫ് ഹിൽഫർഡിങ് ഇൻ ദ തിയറി ഓഫ് ഇമ്പീരിയലിസം. സാമ്രാജ്യത്തെ കുറിച്ചുള്ള ഹിൽഫർഡിങ്ങിൻ്റെ പഠനമാണ് ചർച്ച ചെയ്യുക. അല്ലെങ്കിൽ റൈറ്റ് ആൻ എസ്സേ അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് കൊളോണിയൽ ബ്യൂറോക്രസി. കൊളോണിയൽ വാഴ്ചയിൽ അവർ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഉപയോഗപ്പെടുത്തി, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രത്യേകതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹൈറാർക്കിക്കൽ മോഡൽ ഭരണത്തിൻ്റെ തട്ടുകെട്ടായിട്ടുള്ള മേലാൾ കീഴാൾ ബന്ധമൊക്കെ ഉപയോഗപ്പെടുത്തി, അതുപോലെ തന്നെ ചിട്ടയായ നിയമങ്ങളും സ്റ്റേബിളായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും ഒക്കെ വെച്ചുകൊണ്ട് ഗവൺമെൻറ് സംവിധാനത്തെ കാര്യക്ഷമമാക്കാനും കുറ്റമറ്റത്താക്കാനും ഒക്കെ ശ്രമിച്ചു. പക്ഷേ ഇതിന് അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എസ്സേ എഴുതാവുന്നതാണ്. 25ാമത്തെ, അനലൈസ് ദ സ്റ്റഡി ഓഫ് കൊളോണിയലിസം ഓൺ ദ ലൈറ്റ് ഓഫ് റെച്ച്ഡ് ഓഫ് ദി എർത്ത് ഓഫ് ഫ്രാൻസ് ഫനോൺ. ഫ്രാൻസ് ഫനോണിൻ്റെ പുസ്തകമാണ് റെച്ച്ഡ് ഓഫ് ദി എർത്ത്. ആ പുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ കൊളോണിയലിസത്തെ കുറിച്ച് പഠിക്കുക, വിശകലനം ചെയ്യുക. ഇങ്ങനെയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപേക്ഷിച്ച് അല്പം പ്രയാസകരമായ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് പൊതുവെ എല്ലാവർക്കും അനുഭവപ്പെട്ടത്.